ദൈവത്തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃ ദിവസമാണ്. കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനുമായി ഭൂരിപക്ഷം ആളുകളും മാറ്റിവെച്ചിരിക്കുന്ന നല്ല ദിവസം. ഈ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃ ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുകൃപകളെ അനുഭവിപ്പാൻ, ദൈവശബ്ദം കേൾപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാനൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന സുന്ദരമായ നിമിഷങ്ങൾക്കും നല്ല സമയങ്ങൾക്കുമായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും ദൈവശബ്ദവും ഒക്കെ അനുഭവിപ്പാൻ, ആസ്വദിക്കാൻ ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്ത് ദൈവത്തിനായി കാതോർത്ത് അതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടും ദൈവകൃപയോടും കൂടെ കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ മഹാദൈവത്തിൻ്റെ ആർദ്രതയ്ക്ക് തക്കവണ്ണം നമ്മോട് ഇമ്പമുള്ള ശബ്ദം കേൾപ്പിച്ച് എപ്പോഴും നമ്മളെ ധൈര്യപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പ്രേരണ തരുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ ഇന്ന് കർത്തൃദിനചിന്തയായി നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ദൈവാലോചനയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുറിവാക്യം അഥവാ ആധാരവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക വന്ദനം പറയുന്ന കൂടെ ദൈവവും രക്ഷിതാവും കർത്താവും വഴികാട്ടിയുമായ വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം സങ്കീർത്തനം 29 നിന്നാണ്. 29 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 29:11. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ആദ്യത്തെ വാചകം, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ദൈവം ശക്തി കൊടുക്കുന്ന ഒരു കൂട്ടർ ഈ ലോകത്തിലുണ്ട്. ഈ വാക്യത്തിനകത്ത് യഹോവ ലോകത്തിലെ എല്ലാ ജനത്തിനും, എല്ലാ മനുഷ്യർക്കും ശക്തി കൊടുക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. തൻ്റെ ജനത്തിന് ശക്തി നൽകും. ദൈവം ദൈവത്തിൻ്റെ ജനത്തിന്, ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവത്തിൻ്റെ ആളുകൾക്ക് ശക്തി നൽകും. ശക്തി എന്ന വാക്ക് വേദപുസ്തകത്തിലെ അതിപ്രധാനമായിരിക്കുന്ന വാക്കാണ്. അത് ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്നു എന്ന് ഈ സങ്കീർത്തന രചയിതാവ് ഇവിടെ അരുളി ചെയ്യുകയാണ്. ഈ ലോകത്തിലെ ഒരുപാട് സംഘടനകളുണ്ട്. വിശിഷ്യാൽ ഭീകര സംഘടനകൾ, വളരെ ശക്തമായിരിക്കുന്ന ലോകത്തിന് നാശം വരുത്തുന്ന വലിയ വലിയ കൂട്ടങ്ങൾ, ധാർമ്മികമായി അധപ്പതിച്ച് ഭീകരവാദങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ടെററിസ്റ്റുകൾ, അങ്ങനെയൊക്കെ വളരെ വിപ്ലവം വിതയ്ക്കുന്ന ശക്തന്മാരായിരിക്കുന്ന അൺഒഫീഷ്യലി ഒരു സർക്കാരും അംഗീകരിക്കാത്ത, ലോകം അംഗീകരിക്കാത്ത, ലോകത്തിന് ഭീഷണിയായ, ലോകം കൈ കിട്ടിയാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ യോഗ്യരായ ഒരുപാട്, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയുള്ള ഒത്തിരി സംഘടനകളുണ്ട്. ഇവരെ എല്ലാവരെയും പിന്തുണയ്ക്കുന്നത്, അവർക്ക് വേണ്ട പണം നൽകുന്നത്, ആയുധം നൽകുന്നത്, ആൾബലം നൽകുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് നമ്മളാരും വിചാരിക്കാത്ത ഏതോ രാഷ്ട്രങ്ങളും ഏതോ വൻകിട ശക്തികളുമാണ്. അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പേര് പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ലോകപരിചയമുള്ള ഒരുപാട് ഭീകര സംഘടനകളുണ്ട്. ഒരു രാജ്യമല്ല അവർ, ഒരു ന്യൂനപക്ഷമാണ്. പക്ഷേ ഇവരുടെ ഭയങ്കരമായിരിക്കുന്ന ആയുധങ്ങൾ, കാര്യങ്ങൾ നീക്കാനുള്ള അത്യാധുനികമായിരിക്കുന്ന ഉപകരണങ്ങൾ, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം, മതങ്ങൾക്ക് പുറകിൽ, ചില രാഷ്ട്രീയ സംഘടനകൾക്ക് പുറകിലെല്ലാം ഇതെല്ലാം സപ്ലൈ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, കൊടുക്കുന്ന നമ്മൾ വിചാരിക്കാത്ത ചില രാജ്യങ്ങളോ ചില വൻ കക്ഷികളോ ഒക്കെ ഉണ്ടെന്നാണ് അറിവ്. ഇപ്പോൾ അവർക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നത് ആരോ ആണ്, തെളിവില്ല, റൂമറുകൾ മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എവിടെ നിന്നോ കിട്ടുന്ന പിന്തുണയും, എവിടെ നിന്നോ കിട്ടുന്ന ശക്തിയും, എവിടെ നിന്നോ കിട്ടുന്ന പണവും, എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന ആൾബലവും പിന്തുണയും, ഇതൊക്കെയാണ് കാണാമറയത്ത് കിടന്നുകൊണ്ട് രാഷ്ട്രത്തലവന്മാരെ മുതൽ
ഇവിടുത്തെ വൻകിട വ്യവസ്ഥകളെ വരെയും തകർത്ത് കളയാൻ വേണ്ടി അടരാടുന്ന ഇങ്ങനെയുള്ള വളരെ ദുർഘടമായ ശക്തികൾക്ക്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ശക്തി കൊടുക്കുന്ന, പണം കൊടുക്കുന്ന, കൈത്താങ്ങൽ കൊടുക്കുന്ന, പിന്തുണ കൊടുക്കുന്ന ഏതൊക്കെയോ സോഴ്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. ഇതുപോലെ ദൈവത്തിൻ്റെ ജനത്തിന് ഈ ലോകത്തിൽ പലതും ചെയ്യാനുണ്ട്. ശക്തി എന്നുള്ള വാക്കിന് വേദപുസ്തകം അർത്ഥമാക്കുന്ന വിവിധ തലങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്യാനുള്ള ഒരവകാശമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു വിൽ പവർ, ഉപയോഗിക്കാനുള്ള കഴിവ്, ജീവിക്കാൻ ശക്തി വേണം, ശുശ്രൂഷിപ്പാൻ ശക്തി വേണം, മുമ്പോട്ട് പോകാൻ ശക്തി വേണം, ഓരോരോ കാര്യങ്ങൾക്കും നേരിടാൻ ശക്തി വേണം, ഒരു വിഷയത്തെ ഫേസ് ചെയ്യാനുള്ള ശക്തി വേണം. ചില ആൾക്കാർ പറയില്ലേ, എനിക്കത് കേൾക്കാനുള്ള ശക്തിയില്ല, എനിക്കങ്ങോട്ട് നോക്കാനുള്ള ബലമില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ തളർന്നു പോയി. ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ ബോധം കെട്ടു പോകും, ഇല്ലേ? കുഴഞ്ഞു വീഴും, ഇല്ലേ? ഒരു മരണവാർത്ത കേട്ടാൽ, അല്ലെങ്കിൽ ഏറ്റവും വിശ്വസിച്ചയാൾ വഞ്ചിച്ചു എന്ന് കേൾക്കുമ്പോൾ, ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ, അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ബോധം കെടുന്നു, അവർക്ക് പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മമാർ കുഴഞ്ഞു വീഴും. രക്തം കണ്ടാൽ ചിലർ ബലഹീനമായി താഴെ പോവും, തലകറക്കം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ? ബലമില്ല. വിഷയത്തെ അഭിമുഖീകരിപ്പാൻ, ആ ചോരയെ അഭിമുഖീകരിപ്പാൻ, ആ സാഹചര്യത്തെ അഭിമുഖീകരിപ്പാൻ, ആ പ്രതിസന്ധി അഭിമുഖീകരിപ്പാൻ, ആ വാർത്തയെ അഭിമുഖീകരിപ്പാനുള്ള ബലമില്ല. അപ്പോൾ ശക്തി എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ചില വിഷയങ്ങളെ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടം, ചില പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ്, ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള തന്മയത്വം, ചില പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു കഴിവ്, അതിനൊക്കെയാണ് ശക്തി എന്ന് പറയുന്നത്. അല്ലാതെ മസിലുരുട്ടി പഞ്ചഗുസ്തി പിടിച്ച് അരുണ്ട്രാ വാട എന്ന് ഗോലിയാത്ത് ചോദിക്കുന്ന പോലെ നേരം വിളിക്കുമ്പോൾ മുണ്ടും മടക്കി കുത്തി കവലയിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നതല്ല, മസിലുരുട്ടി കാണിച്ച് വിളിക്കുന്നതിനല്ല വേദപുസ്തകം ശക്തി എന്ന് പറയുന്നത്. വലിയ മസിൽ പവറോ വെല്ലുവിളിയോ കണ്ണുരുട്ടിക്കാനുള്ള ത്രാണിയോ കവലയിൽ നിന്നുള്ള ചട്ടമ്പിത്തരങ്ങളോ ഒന്നും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കാണില്ല. സാധുക്കളാണ്, സാധാരണക്കാരാണ്, പാറയിൽ പാർക്കുന്ന കുഴിമുയലുകളെ പോലെ ഒതുങ്ങിക്കൂടുന്നവരാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കൾ. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വേദനാജനകമായിരിക്കുന്ന പ്രതികൂലം വരുമ്പോൾ, അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ ജനത്തിന് ശക്തി പകരുന്നു എന്ന് പറഞ്ഞാൽ, ആ സംഭവത്തെ ജയിപ്പാൻ, ആ വിഷയത്തെ തരണം ചെയ്യാൻ, ആ കാലഘട്ടത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അതിന് വേണ്ട പിന്തുണ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തിന് നൽകും. ദാവീദും മോശയുമൊക്കെ ഈ ശക്തി തക്ക സമയത്ത് ഏറ്റുവാങ്ങി ജയാളികളായവരാണ്. ദാവീദ് സിഗ്ലാഗിൽ വെച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ പോയി പാർക്കുമ്പോൾ ഗതികെട്ട് ശൗലിനെ പേടിച്ച് ഫെലിസ്ത്യദേശത്ത് എന്ന് പുറമ്പോക്ക് പുരയിടം പോലെ രാജാവ് പതിച്ചു കൊടുത്ത സിഗ്ലാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ദാവീദ് ഫെലിസ്ത്യ രാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ഭാര്യയും മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ആ വീടും ഒക്കെ തീയിട്ട് കളഞ്ഞു ശത്രു. എവിടെ നിന്നോ വന്നത്? ഒരുപാട് വിഷയങ്ങളെ അഭിമുഖീകരിച്ച് ആ മനുഷ്യൻ ഇത് കണ്ടപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും ആരോ തട്ടിക്കൊണ്ടു പോയെന്നും തൻ്റെ കിടക്കാടത്തിന് തീ വെച്ചുവെന്നും കണ്ടപ്പോൾ വളരെ ശക്തമായി കരടിയെയും സിംഹത്തെയും ഗോലിയാത്തിനെയൊക്കെ നേരിട്ട മനുഷ്യൻ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ എവിടെ ചെന്നാലും ഇതാണല്ലോ ദൈവമേ എന്നോർത്ത് ഒരു വാക്കെഴുതിയിട്ടുണ്ട്, കരയാൻ പോലും ശക്തിയില്ലാതെ ഇരുന്നു പോയി. ആ സമയത്ത് അന്നത്തെ രീതി അനുസരിച്ച് പുരോഹിതനോട് ഉറീമും തുമ്മീമും കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് കരഞ്ഞു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണോ? ഇവിടെ തീരണോ? ആ സമയത്ത് ദൈവം ദാവീദിന് ശക്തി പകർന്നിട്ട് പറഞ്ഞു, മുന്നോട്ട് പോടാ, മുന്നോട്ട് പോ, നീ അവരെ പിടിച്ചെടുക്കും. കരയാൻ പോലും ത്രാണിയില്ലാതെ, നിവർന്ന് നിൽക്കാൻ ശക്തിയില്ലാതെ നിലം പറ്റിക്കിടന്ന് കരയുമ്പോൾ എല്ലാം ശത്രു ചാമ്പലാക്കി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും തൻ്റെ ജീവിത പങ്കാളിയെയും ശത്രു കവർന്നെടുക്കുമ്പോൾ നേരെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ കുഴഞ്ഞു വീണ മനുഷ്യന്
ആ യുദ്ധഭൂമിയിൽ ആ ചാരത്തിനകത്ത്, പുരയിടം കത്തിച്ചിട്ടിരിക്കുന്ന ചാരത്തിനകത്ത് ശക്തി പറഞ്ഞിട്ട് തളരാതെ മുമ്പോട്ട് പോകാൻ പറഞ്ഞ് തൻ്റെ ഹൃദയപ്രകാരമുള്ളവന് ശക്തി കൊടുത്ത ദൈവം ഈ ഞായറാഴ്ച നിങ്ങളുടെ നശിപ്പിച്ച് കളഞ്ഞ, ശത്രു നശിപ്പിച്ച് കളഞ്ഞ ചാരക്കൂമ്പാരത്തിനകത്ത് നിന്നുകൊണ്ട് നിന്നെ ശക്തി തന്ന് മുന്നോട്ട് വിടാൻ കഴിവുള്ള ദൈവമാണെന്ന് ഈ സങ്കീർത്തനം എഴുത്തുകാരനായിരിക്കുന്ന ഭക്തൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തവന് മുമ്പോട്ട് പോകാനുള്ള പ്രേരണ തരുന്നത് ഈ ദൈവമാണ്. മനുഷ്യനല്ല, കുടുംബക്കാരല്ല, ഏതെങ്കിലും അജ്ഞാത ശക്തികളല്ല, എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് ഓതി വച്ചിരിക്കുന്ന വസ്തുവോ വെള്ളമോ ഒന്നുമല്ല. ഉയരത്തിലെ ദൈവമാണ്, സൃഷ്ടാവായ ദൈവമാണ് മുമ്പോട്ട് പോകാനുള്ള ത്രാണിയും ബലവും തരുന്നത്. മോശ ചെങ്കടൽ തീരത്ത് പച്ച മണലിൽ നിലം പറ്റ കിടന്ന് കരയുമ്പോൾ ജനത്തെ അഭിമുഖീകരിപ്പാൻ തൻ്റെ ഇടമില്ലാതെ ഫറവോൻ്റെ സൈന്യം പുറകെ വരുന്നത് എന്ത് ചെയ്യുമെന്നറിയാതെ കടലിൻ്റെ മുമ്പിൽ പകച്ചു നിന്ന് കരയുമ്പോൾ എൻ്റെ ദൈവം ആ കടൽ തീരത്തിറങ്ങി വന്നിട്ട് അവിടെ ഒതുങ്ങിപ്പോകാതെ തൻ്റെ ജനത്തിന് ശക്തി പകർന്നൊരു കുതിരയെപ്പോലെ എന്ന യെശയ്യാപ്രവചനത്തിൽ വായിച്ചത്, ഒരു കുതിരയ്ക്ക് കൊടുക്കുന്ന ശക്തി കൊടുത്തിട്ട് കടൽ കയറി ഇറങ്ങാൻ ആ നേതാവിനെയും ജനത്തിനെയും കടൽ തീരത്ത് വെച്ച് ലാസ്റ്റ് സെക്കൻഡിൽ ശക്തി തന്ന് എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് പറയുന്നു. ജീവിക്കാൻ സമ്മതിക്കാത്ത, മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത, സന്തോഷിക്കാൻ സമ്മതിക്കാത്ത, സമാധാനമായി നിൽക്കാൻ കഴിയാത്ത, ദൈവം നിനക്ക് തന്ന അവകാശങ്ങളെ അനുഭവിക്കാൻ കഴിയാത്ത, അതിനെ ചാമ്പലാക്കിയ, തടഞ്ഞു നിർത്തിയിരിക്കുന്ന സകല ദുഷ്ടവ്യാപാരങ്ങളുടെ നടുവിലും മുന്നോട്ട് പോകാനുള്ള ശക്തിയും പ്രേരക ഘടകവും സ്വർഗത്തിൽ നിന്ന് തന്ന് ജയാളിയാക്കാൻ ശക്തനായ ദൈവത്തെ ഈ ഞായറാഴ്ചക്കാലം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാട്ടുകയാണ്. നിനക്ക് മുമ്പോട്ട് പോകാനുള്ള ശക്തി ദൈവം തരും, ദൈവം തരും. കുഴയരുത്, തകരരുത്. നമുക്കുടെ ശക്തിയുടെ സ്രോതസ്സ് നമ്മുടെ ദൈവമാണ്. എന്ത് വിഷയമുണ്ടെങ്കിലും ദൈവത്തോട് പറ, എനിക്ക് ഈ ദിവസങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി തരാൻ. ദൈവം തൻ്റെ ജനത്തിന് ശക്തി കൊടുക്കും. ജീവിക്കാൻ, കരുതാൻ, കാര്യങ്ങൾ കഴിച്ചുകൂട്ടാൻ, മുമ്പോട്ട് പോകാൻ ശക്തി കൊടുത്ത് ബലപ്പെടുത്തുന്ന ദൈവം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നാളുകൾ തരണം ചെയ്യാൻ, ഈ വിഷയങ്ങളെ അഭിമുഖീകരിപ്പാൻ, ഈ സെക്കൻഡുകളെ, ഈ നാഴികകളെ ഗതസമനത്തോട്ടത്തിലെ കർത്താവിനെ പോലെ ഈ നാഴികയൊന്ന് കഴിച്ചുകൂട്ടാൻ, ഈ ദിവസം ഒന്ന് കഴിച്ചുകൂട്ടാൻ ആരെങ്കിലും തളർച്ചയോടെ ഭാരപ്പെടുന്നെങ്കിൽ എൻ്റെ ജനത്തിന് ശക്തി കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവമേ, അവർ ഈ ദിവസങ്ങളെ തരണം ചെയ്യാനുള്ള ഇപ്പോൾ വേണ്ട ശക്തി കൊടുത്ത് അനുഗ്രഹിക്കണേ. കർത്താവിനെ കൊണ്ടേ അത് കഴിയത്തുള്ളൂ. അതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.